നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിവാഹത്തോടെ അഭിനയം നിർത്തിയ നവ്യ നായരുടെ തിരിച്ചുവരവ് ഇരു കൈനീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. 2010 ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ നവ്യ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും. വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി. നവ്യയും ഇതേ പാത പിന്തുടർന്നു. കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു. ലൈംലൈറ്റിൽ നിന്നും കുറേ കാലം നവ്യ മാറി നിന്നു. എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി. നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ്. മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി. സിനിമയിലെ പ്രകടനം കയ്യടി നേടുകയായിരുന്നു. വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് അന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. വിവാഹത്തിന് മുൻപുള്ള നവ്യയേക്കാൾ ഇന്നത്തെ നവ്യയാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമെന്നാണ് സോഷ്യൽ മീഡിയയും പറഞ്ഞത്. അതിന് അവരുടെ പേഴ്സണാലിറ്റി തന്നെയാണ് കാരണവും. തങ്ങൾക്ക് പറയാനുള്ളത് എവിടെയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം എല്ലാ താരങ്ങൾക്കും പൊതുവെ ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ മുഖം നോക്കാതെ തനിക്ക് പറയാനുള്ളത് ഉറക്കെ പറയുന്ന ആൾ കൂടിയാണ് നവ്യ. ഒരുത്തിയിലൂടെ വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് നവ്യ സിനിമയിലേക്ക് എത്തിയപ്പോൾ കൂട്ടായി നിന്നതാകട്ടെ ഭർത്താവും കുടുംബവുമാണ്. നാത്തൂൻ ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് നവ്യ വന്നത് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. 24 വയസ്സിലാണ് നവ്യ നായർ സന്തോഷ് മേനോനുമായി വിവാഹിതയാകുന്നത്. ആലോചന വരുന്നത് ബ്രോക്കർ വഴിയായിരുന്നു എന്നൊരിക്കൽ കുടുംബം തന്നെ പറഞ്ഞിരുന്നു. വിവാഹശേഷം അധികം വൈകാതെ തന്നെ അമ്മയായി. സായിയാണ് ഇവരുടെ ഏക മകൻ. 100 പവന് മുകളിൽ സ്വർണം ധരിച്ചാണ് നവ്യ മണ്ഡപത്തിൽ എത്തിയത്. സ്വർണമയി ആയിരുന്നു നവ്യ വിവാഹനാളിൽ. ആർഭാട വിവാഹം തന്നെയായിരുന്നു നവ്യയ്ക്ക്. ചങ്ങനാശ്ശേരി സ്വദേശിയായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുമ്പോൾ നവ്യയ്ക്ക് 24 വയസ്സായിരുന്നു പ്രായം. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും സജീവമായ സമയത്താണ് വിവാഹം നടക്കുന്നത്. അഭിനയത്തിലേക്ക് എത്തുന്നതിന് പുറമെ ബിസിനസ്സിലേക്കും ഒപ്പം അധ്യാപനത്തിലേക്കും നവ്യ തിരിഞ്ഞു. മുംബൈയിൽ നിന്നും എത്തിയ നവ്യ മാതങ്കി എന്ന സ്കൂളിന്റെ ഉടമ കൂടിയാണ്. മുംബൈയിൽ സെറ്റിൽഡ് ആണ് സന്തോഷ് മേനോൻ. ബിസിനസ് തിരക്കുകളിൽ അദ്ദേഹം നിറയുമ്പോൾ മകന്റെ കാര്യവും തന്റെ കരിയറുമെല്ലാം മുൻനിർത്തിയാണ് നവ്യ നായർ കേരളത്തിൽ സെറ്റിൽഡ് ആകുന്നതും. ഇതുപോലെ തന്നെ തുടരുക എന്നാണ് നവ്യയോട് ആരാധകരും എപ്പോഴും പറയാറുള്ളത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.